ഹലോ കൂട്ടുകാരെ, വീണ്ടും സ്വാഗതം ചെറിയ മീഡിയ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ട് ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ കല്ലുമ്മക്കായല്ലേ, അതായത് കടലിൽ നിന്നൊക്കെ എടുക്കുന്ന കല്ലുമ്മക്കായ, വളരെ റയറായിട്ട് മാത്രം കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അത് നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് അതിൻ്റെ പുറത്ത് കുറേ വേസ്റ്റുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഉരച്ച് കഴുകണം. അതിൻ്റെ പുറം ഭാഗം ശരിക്കും ഉരച്ച് കഴുകണം. നമുക്കിങ്ങനെ കാണുന്ന പോലെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പുറം ഭാഗം ക്ലീൻ ചെയ്തെടുക്കണം. കാരണം അത് പുഴുങ്ങിയെടുക്കേണ്ട സാധനമാണ്, അപ്പോൾ പുറത്ത് അഴുക്കൊന്നും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഈ കാണുന്ന പോലെ സ്ക്രബ്ബർ ഇട്ട് ഉരച്ചാൽ മതി, അപ്പോൾ ശരിക്കും ക്ലീനായി കിട്ടിയ സാധനം. അപ്പോൾ കൂട്ടുകാരെ, ഇത് കുറേ നേരത്തെ ഒരു ജോലിയായിരുന്നു. ഇപ്പോൾ ഒരു ഇത് ഉരച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങിയെടുക്കാം, കൂടി കഴുകിയെടുക്കാം. കഴുകിയെടുത്തപ്പോൾ നോക്കി എന്താ ഭംഗി, നോക്കി എൻ്റെ തിളക്കം കണ്ടോ. എന്താ ഭംഗി, എന്താ ഭംഗി. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിത് അടപ്പ് കത്തിച്ചിട്ടുണ്ട്, ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതിലേക്ക് തട്ടി കൊടുക്കാം. നമുക്കത് പുഴുങ്ങിയെടുക്കുന്നവരെ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് ചൂട് കൊണ്ട് ഇതിൻ്റെ തൊണ്ടൊക്കെ ശരിക്കും കാണാം, വിണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് പൊളിച്ചിട്ട് അതിൻ്റെ മാംസം എടുക്കണം വേണ്ടത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് കക്ക ക്ലീൻ ചെയ്ത് തുടങ്ങാം. ഇതിൻ്റെ ഉള്ളിലൊരു വേസ്റ്റ് ഉണ്ടാവും, പിന്നെ ഒരു ഞാരുണ്ടാവും, അത് എടുത്ത് കളയണം. അതിൻ്റെ വേസ്റ്റാണ്. പിന്നെ കറുത്ത് കാണുന്ന ഭാഗമാണ് അതിൻ്റെ വേസ്റ്റ് കാണണമെന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ ഞാരും കൂടി എടുത്ത് കളയണം. അപ്പോൾ കൂട്ടുകാരെ, ഏറെക്കുറെയൊക്കെ തൊലി വലിച്ച് ഇതിൻ്റെ തൊണ്ടൊലിച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴിയാറായിട്ടുണ്ട്. കുറേ നേരം കൊണ്ടുള്ളൊരു ജോലിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ പൊളിച്ച് ഇതിൻ്റെ മീറ്റ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഈ മീറ്റൊന്ന് നമുക്ക് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ മീറ്റ് എടുത്ത് വെച്ച കല്ലുമ്മക്കായ മസാലയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു 5 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഇനി സാധാരണ മുളക് പൊടി ഒരു 3 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പോരാന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്കിടാം. അല്പം മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കല്ലുമ്മക്കായുടെ മീറ്റിലിട്ടങ്ങായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ സമയം റെസ്റ്റിന് വെക്കണം, എന്നാലേ ഇതിൻ്റെ മസാലയൊക്കെ ശരിക്കും നമ്മൾ പിടിക്കുള്ളൂ.
ഓക്കെ ഒടിക്കിട്ട് അരമണിക്കൂർ സമയം. ഓക്കെ, അപ്പോൾ കല്ലുമ്മക്കായ ഫ്രൈ ചെയ്തെടുക്കുക, റോസ്റ്റ് ചെയ്തെടുക്കുക. ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ ഇത് വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മസാല തേച്ച് വെച്ച് കല്ലുമ്മക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. എന്നിട്ട് മറ്റ് മസാലകൾ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആ ചട്ടി തന്നെ അല്പം കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ എണ്ണ ചൂടായിട്ടുണ്ട്. ചെറിയ പീസ് ഇഞ്ചി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 20 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പില, അര കിലോ ചെറുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1 ടീസ്പൂൺ നേരത്തെ കല്ലുമ്മക്കായയിൽ ചേർത്തുണ്ടായിരുന്നു. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 4 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കല്ലുമ്മക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ചെറുതായിട്ട് വേവിക്കണം നമുക്ക്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളത് പത്തിരിയും കല്ലുമ്മക്കായ റോസ്റ്റും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. പത്തിരി, കല്ലുമ്മക്കായ റോസ്റ്റ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോട്ടോ. ആദ്യം ടേസ്റ്റർമാരെ കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ സൂപ്പറാണ്. ഞാനും കഴിച്ചോട്ടെ കേട്ടോ. സൂപ്പറാണ് കേട്ടോ. അടിപൊളിയായിട്ട് വല്ലാത്തൊരു ടേസ്റ്റാണ്. കാരണം വെച്ചാൽ ഈ കല്ലുമ്മക്കായ റയറായിട്ട് കിട്ടുന്നൊരു സാധനം ആയതുകൊണ്ട്, നമ്മളങ്ങനെ എപ്പോഴും കിട്ടുന്നൊരു സാധനമല്ല, അതുകൊണ്ടായിരിക്കണം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കല്ലുമ്മക്കായ. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.